വയനാട് ടൗൺഷിപ്പിനു വേണ്ടി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം എന്നാണ് ഹൈക്കോടതി ഇന്ന് ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്. എൽസ്റ്റൺ ഹാരിസൺ മലയാളം എസ്റ്റേറ്റുകൾ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും ഈ നഷ്ടപരിഹാരം കുറഞ്ഞുപോയി എന്ന് അവർക്ക് തോന്നിയാൽ ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാം എന്നുമാണ് ഹൈക്കോടതി ഇന്ന് ഈ സുപ്രധാനമായ ഉത്തരവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഒടുവിൽ സർക്കാരിന് മുന്നിൽ കീറാമുട്ടിയായി നിന്ന പ്രശ്നത്തിന് കോടതി ഇടപെടലിലൂടെ പരിഹാരമായിരിക്കുന്നു. മുണ്ടക്കൈ ചൂരൽമല പുനരധിവാസത്തിന് എസ്റ്റേറ്റുകൾ ഏറ്റെടുക്കാൻ കോടതി അനുമതി നൽകി. നാളെ തന്നെ കളത്തിലിറങ്ങാനാണ് സർക്കാരിന് നീതിപീഠം നൽകിയിരിക്കുന്ന നിർദ്ദേശം. വയനാട് ദുരന്തബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള സർക്കാർ നീക്കത്തിന് വിലങ്ങുതടിയായിരുന്നു എസ്റ്റേറ്റ് ഉടമകളുടെ ഹർജി. അത് ഇന്നത്തോടെ പരിഹരിക്കപ്പെട്ടു. ടൗൺഷിപ്പിനായി സർക്കാരിന് ഭൂമി ഏറ്റെടുക്കാം. ഭൂമി ഏറ്റെടുക്കുമ്പോൾ എസ്റ്റേറ്റ് ഉടമകൾക്ക് നഷ്ടപരിഹാരം നൽകണമെന്നും നഷ്ടപരിഹാരം കുറഞ്ഞെന്ന് തോന്നിയാൽ എസ്റ്റേറ്റ് ഉടമകൾക്ക് നിയമ നടപടി സ്വീകരിക്കാമെന്നും ഹൈക്കോടതി വ്യക്തമാക്കുന്നു. ഭൂമി ഏറ്റെടുക്കുന്ന നടപടികളുമായി സർക്കാരിന് സ്വതന്ത്രമായി മുന്നോട്ട് പോകാം. ഏറ്റെടുക്കുന്ന ഭൂമി അളന്ന് തിട്ടപ്പെടുത്താൻ സർക്കാരിന് എസ്റ്റേറ്റുകൾ സൗകര്യം നൽകണമെന്നും ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ട്. ഒരു സമയം പോലും തെറ്റിയിട്ടില്ല എന്നുള്ളതാണ് കോടതി വിധി ആവർത്തിച്ചു പ്രഖ്യാപിക്കുന്നത്. ഇന്നത്തെ കോടതി വിധി മനുഷ്യൻ്റെ ഹൃദയം അറിയുന്നതും ദുരന്ത നിവാരണ പ്രക്രിയയിൽ സർക്കാരിൻ്റെ വികാരം കോടതി പൂർണ്ണമായി തിരിച്ചറിഞ്ഞു എന്നുള്ളതിൻ്റെയും പ്രധാനപ്പെട്ട തെളിവാണ്. ഒക്ടോബർ 4-ാം തീയതി നെടുമ്പാലയിലും എൽസ്റ്റോണിലുമുള്ള 2 ഭൂമികൾ ദുരന്ത നിവാരണ നിയമപ്രകാരം ഏറ്റെടുക്കാൻ ഗവൺമെൻറ് തീരുമാനിച്ചു. ആ ജിയു ആണ് ഇന്ന് കോടതി അംഗീകരിച്ചത്. നഷ്ടപരിഹാരമാണെങ്കിലും പുനരധിവാസമാണെങ്കിലും ദുരന്തബാധിതരെ ചേർത്ത് പിടിക്കുകയാണ് കോടതികൾ. ഇനി പന്ത് സർക്കാരിൻ്റെ കോർട്ടിലാണ്. കാര്യങ്ങൾ ദ്രുതഗതിയിൽ തന്നെ നീങ്ങണം. വയനാട്ടിലെ വൈത്തിരി താലൂക്കിൽ 2 വില്ലേജുകളിലായി 143 ഹെക്ടർ ഭൂമി ഏറ്റെടുക്കാനാണ് സർക്കാർ നേരത്തെ തീരുമാനമെടുത്തത്. ഇതിൽ നെടുമ്പാല വില്ലേജിലെ ഹാരിസൺ മലയാളത്തിന്റെ 65 ഹെക്ടർ ഭൂമിയും കോട്ടപ്പടി വില്ലേജിലെ എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78 ഹെക്ടർ ഭൂമിയും ഉൾപ്പെടും. 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമമനുസരിച്ച് എസ്റ്റേറ്റ് ഉടമകൾക്ക് സർക്കാർ നഷ്ടപരിഹാരം നൽകണം. സർക്കാർ നൽകുന്ന നഷ്ടപരിഹാരത്തിന് തുല്യമായ തുക എസ്റ്റേറ്റുകൾ ബോണ്ടായി നൽകുകയും വേണം. ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച സിവിൽ കോടതിയുടെ തീർപ്പിന് വിധേയമായിട്ടായിരിക്കും ബോണ്ടിന്മേലുള്ള അവകാശം. ടൗൺഷിപ്പിന്റെ ഭാഗമായി 1210 കുടുംബങ്ങളെ പ്രദേശത്ത് പുനരധിവസിപ്പിക്കും. പൊതു ആവശ്യങ്ങൾക്കായി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാരിന് അവകാശമുണ്ടെന്നും ഹൈക്കോടതി നിരീക്ഷിച്ചു. പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയടക്കം കൈവിട്ടു പോകുമെന്നതിനാൽ എസ്റ്റേറ്റ് ഉടമകൾ വെറുതെ ഇരിക്കാൻ വഴിയില്ല. നിയമപോരാട്ടവും പുനരധിവാസവും സർക്കാരിന് ഒരുമിച്ച് കൊണ്ടുപോകേണ്ടി വരും. ഈ വൈകിയ വേളയിലെങ്കിലും അതിനുള്ള ആർജവം സർക്കാർ കാട്ടിയേ തീരൂ. എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. ബിജു BK എന്ന പ്രേക്ഷകൻ യൂട്യൂബിൽ ഒരു കമന്റ് ഇട്ടിരിക്കുന്നു. പലതവണ മെസ്സേജുകൾ അയക്കാൻ ശ്രമിച്ചു, പക്ഷേ ആ വാട്സാപ്പ് നമ്പർ കിട്ടുന്നില്ലല്ലോ എന്നാണ്. ഞാൻ ഒരുപാട് വാട്സാപ്പ് അയച്ചിട്ട് ഈ നമ്പറിലേക്ക് കിട്ടുന്നില്ലല്ലോ എന്ന് ബിജു പറയുന്നു. ബിജു, ആ വാട്സാപ്പ് നമ്പറിൽ കിട്ടും. 6235968937 ഇതാണ് വാട്സാപ്പ് നമ്പർ. ബിജു ഒരിക്കൽ കൂടി ആലോചിച്ചോളൂ. 6235968937 ഈ നമ്പറിലേക്ക് ബിജു വാട്സാപ്പ് അയക്കൂ. അത് നിങ്ങൾക്ക് വാർത്തയാകാം, അതല്ലെങ്കിൽ ദൃശ്യങ്ങളാകാം. ഞങ്ങൾ അതിന് അർഹമായ പരിഗണന നൽകുന്നതുമായിരിക്കും. വയനാട്ടിലെ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ നമ്മൾ എത്രയോ തവണ ദൃശ്യങ്ങളിലും ഒക്കെ കണ്ടതാണ്. സർക്കാർ ആകട്ടെ പുനരധിവാസത്തിന് വേണ്ടിയുള്ള പദ്ധതികളെക്കുറിച്ചുള്ള ആലോചനകളിലേക്ക് കടക്കുകയും ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തു. പക്ഷേ ആ ടൗൺഷിപ്പിന് സർക്കാർ തന്നെ പറയുന്ന പ്രധാനപ്പെട്ട ഒരു തടസ്സം ഭൂമി ഏറ്റെടുക്കാൻ പറ്റുന്നില്ല എന്നാണ്. ഭൂമി വിട്ടുകൊടുക്കാൻ കഴിയില്ല എന്ന നിലപാടെടുത്താണ് ഇവിടെ ഈ എസ്റ്റേറ്റ് ഉടമകളൊക്കെ കോടതിയെ സമീപിച്ചത്. അവിടെ കോടതി പറഞ്ഞത് പൊതു ആവശ്യത്തിന് വേണ്ടി ഭൂമി ഏറ്റെടുക്കാൻ സർക്കാർ തീരുമാനിച്ചാൽ അത് സർക്കാരിന് ചെയ്യാവുന്നതേ ഉള്ളൂ. അതിനുള്ള പൂർണ്ണമായ അവകാശം സർക്കാരിനുണ്ട് എന്ന് കോടതി ഇന്ന്
തീർത്ത് പറഞ്ഞിരിക്കുകയാണ്. ഇനി ഈ പാട്ടക്കാലാവധി കഴിഞ്ഞ ഭൂമിയൊക്കെ ഉണ്ടെങ്കിൽ സ്വാഭാവികമായും അത് കയ്യിൽ നിന്ന് പോകുമോ എന്ന ആശങ്കയും ഒരുപക്ഷെ ഈ എസ്റ്റേറ്റ് ഉടമകൾക്ക് കാണും. അവിടെ സർക്കാരിനെ സംബന്ധിച്ച് ഇതൊരു സുവർണ അവസരമാണ് ഈ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനും നേരത്തെ ശ്രീകാന്ത് റിപ്പോർട്ട് ചെയ്ത പോലെ ആർജവത്തോടുകൂടി നടപടി സ്വീകരിക്കാനും ഒക്കെ സർക്കാരിന് കഴിയുന്ന ഘട്ടമാണ്. നമ്മളെ സംബന്ധിച്ച് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ഭൂമി നഷ്ടപ്പെട്ട, ഉറ്റവരെ നഷ്ടപ്പെട്ട, വീട് നഷ്ടപ്പെട്ട, തൊഴിൽ നഷ്ടപ്പെട്ട ഒരു ജനത അവിടെയുണ്ട്. അവരുടെ പുനരധിവാസം, അതിനാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്, അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. അതിനുവേണ്ടി സർക്കാർ നടത്തുന്ന നീക്കങ്ങൾ അത് ആർജവത്തോടെ കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ കേരളത്തിന്റെ പൊതുമനസാക്ഷിയുടെ പിന്തുണയുണ്ടാകും. നമുക്ക് വയനാട്ടിലെ ജനങ്ങൾ ഈ ഹൈക്കോടതി ഉത്തരവ് വന്ന പശ്ചാത്തലത്തിൽ, കാരണം അവരെല്ലാം വളരെ ആശങ്കയിൽ കഴിയുകയാണ്, എങ്ങനെയാണ് മുന്നോട്ടുള്ള ജീവിതം എന്നത് സംബന്ധിച്ചൊക്കെ അവർക്ക് വലിയ സംശയങ്ങളുണ്ട്. ആ ഘട്ടത്തിലാണ് ഈ ഹൈക്കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. അതിനെങ്ങനെയാണ് ചൂരൽമല മുണ്ടക്കൈ ദുരന്ത ബാധിതർ ഇതെങ്ങനെ കാണുന്നു എന്നുകൂടി നമുക്ക് നോക്കണം. അതിലേക്കാണ് നമ്മൾ ഇനി കടക്കാൻ പോകുന്നത്. ടൗൺഷിപ്പിനായി എസ്റ്റേറ്റ് ഭൂമി ഏറ്റെടുക്കാം എന്ന ഹൈക്കോടതി ഉത്തരവ് സർക്കാരിന് ഏറെ ആശ്വാസവും ദുരന്തബാധിതരെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷയും അവർക്ക് നൽകുന്നുണ്ട്. നാളെ മുതൽ ഭൂമി അളന്ന് തിട്ടപ്പെടുത്താമെന്ന ഉത്തരവ് പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് വേഗം കൂട്ടും എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. നമുക്ക് ചില പ്രതികരണങ്ങൾ കാണാം ഇപ്പോൾ. ആക്ഷേപിച്ചവർക്ക് വരെ ഒരു ബദൽ രീതി ഉണ്ടായതാണ് കോടതിയുടെ ഭാഗത്തുനിന്ന്. ആ ഉത്തരവ് പ്രകാരം നാളെ മുതൽ തന്നെ സർക്കാർ ഈ എസ്റ്റേറ്റുകളുടെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി നമുക്ക് അനുകൂലമായി എടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമായിട്ടുണ്ട്. ആ തീരുമാനം സർക്കാർ ഉടൻ തന്നെ നടപ്പാക്കുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയുണ്ട്, പ്രതിപക്ഷത്തിൻ്റെ ചില ഇടപെടലുകളുടെ ഭാഗമായിട്ട് പല പ്രചാരവേല ഈ ഗവൺമെൻറ്റിനെതിരായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് കോടതി ഉത്തരവിൻ്റെ സഹായത്തോടു കൂടി തന്നെ ഗവൺമെൻറ് അവരെ പുനരധിവസിക്കുക, അവരുടെ ജനങ്ങളുടെ ആവശ്യപ്രകാരം അവർക്കൊരു പുതിയ ജീവിതം ഉണ്ടായി കൊടുക്കുമെന്നുള്ള സംശയമൊന്നുമില്ല. വാടക കൊടുക്കുന്ന കാര്യത്തിലും മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സൗജന്യമായിട്ട് താമസിപ്പിച്ചവർ വരെയുണ്ട്. അവർക്ക് അവരെ വാടകയും കാര്യം കിട്ടാത്തതുകൊണ്ട് പിന്നെ ഒരു ശ്രുതിക്ക് മാത്രം ഒരു ജോലി എടുത്തതിനെ കൊണ്ട് എല്ലാവരും കൂടി കാര്യം നടക്കുന്നില്ല. അതിങ്ങനെ കൊട്ടിഘോഷിച്ചിട്ട് ശ്രുതിക്ക് കൊടുക്കേണ്ട അറിയാത്തപ്പെട്ടാണ് കൊടുത്തു, അവൾ ജീവിച്ചു പോകുന്നുണ്ട്. അതിന് നല്ല കാര്യമാണ് സർക്കാർ ചെയ്ത്. മറ്റേ 70-75% ഇപ്പോഴും ഒരു കാര്യം ചെയ്തിട്ടില്ല. ഗവൺമെന്റിന് എന്നോ വേണമെങ്കിൽ ഇത് ഏറ്റെടുക്കായിരുന്നു. ഇപ്പോൾ പാവപ്പെട്ട ജനങ്ങൾ ബുദ്ധിമുട്ടാണ്. അപ്പോൾ മുണ്ടേരികൾ അവിടെ ഇവിടെ എല്ലാം പോയി ബുദ്ധിമുട്ടാണ്. ഇവര് ടൗൺഷിപ്പ് ഒരു എത്രയോ എസ്റ്റേറ്റുകൾ സർക്കാർ ഭൂമിയായിട്ട് പിടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഏറ്റെടുക്കത്ത് കൊടുക്കാനേ ഉള്ളൂ അവർക്ക്. എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാണെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇപ്പോൾ എന്തായാലും ഹൈക്കോടതി ഈ ഒരു വിഷയത്തിൽ ഈ തരത്തിലൊരു ഇടപെടലുണ്ടായത് വലിയ പ്രതീക്ഷ നൽകുന്നതാണ്. എന്തായാലും കോടതി വിധി വളരെ നല്ല വിധിയാണ് വന്നിരിക്കുന്നത്. അത് ഇപ്പം എന്ന് പറഞ്ഞാൽ സർക്കാർ അത് ആദ്യം ചെയ്യേണ്ട കാര്യം, കോടതിയെ കാത്തിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലായിരുന്നു. ആദ്യം തന്നെ ചെയ്ത കാര്യങ്ങൾ ചെയ്യുന്നത് അതിൻ്റെ ഒരു ഇതുകൊണ്ടാണ് രണ്ടാമത് കോടതി വിധി ഇങ്ങനെ വരാൻ കാരണം. സർക്കാരിൻ്റെ അടുത്ത് തന്നെയാണ് അതിൻ്റെ മെയിനായിട്ടുള്ള കുഴപ്പങ്ങളെല്ലാം ഉണ്ടായിരിക്കുന്നത്. യൂട്യൂബിൽ സ്ഥിരമായി പ്രതികരണം അറിയിക്കുന്ന പ്രേക്ഷകരുണ്ട്. അതിലൊരു പ്രേക്ഷകയാണ് സുജാത. സുജാത എഴുതുന്നു, വയനാട്ടിൽ നഷ്ടമായത് ഇനി പഴയതുപോലെ കിട്ടില്ല, എന്നാലും ജീവിച്ചേ ആകൂ, എല്ലാവർക്കും നല്ലത് വരട്ടെ. സുജാത, നമുക്ക് എല്ലാവർക്കും നല്ലത് തന്നെ വരട്ടെ. നഷ്ടപ്പെട്ടതൊന്നും തന്നെ തിരിച്ചു കിട്ടില്ല. കാരണം അത്രയും വിലയേറിയ ജീവനുകളാണ് നഷ്ടപ്പെട്ടുള്ളത്, ഉറ്റവരെയാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്, അവരുടെ സൗഭാഗ്യങ്ങളാണ് അവർക്ക് നഷ്ടപ്പെട്ടിട്ടുള്ളത്. അതൊന്നും തിരിച്ചു കിട്ടുകയോ തിരിച്ചു കൊടുക്കാൻ നമുക്ക് കഴിയുകയില്ല. പക്ഷേ ആശ്വാസകരമായി അവർക്ക് ഈ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പിന്തുണ അവർ അർഹിക്കുന്നുണ്ട്. അത് നമ്മൾ കൊടുക്കണം. അത് കൊടുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്.